മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലയിൽ +1 സീറ്റ് ക്ഷാമം രൂക്ഷമായിരിക്കെ ക്ലാസുകളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നീക്കം. പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന പ്രൊഫസർ വി കാർത്തികേയൻ നായർ അധ്യക്ഷനായ സമിതിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ശുപാർശകൾ അവഗണിച്ചാണ് നീക്കം. മലബാർ മേഖലയിൽ തുടർ വിദ്യാഭ്യാസത്തിന് 2,25,702 കുട്ടികളാണ് യോഗ്യത നേടിയത്. നിലവിൽ 1,95,050 സീറ്റുകൾ മാത്രമാണ് ഈ മേഖലയിലുള്ളത്. അതായത് 30,652 സീറ്റുകളുടെ കുറവാണ് നേരിടുന്നത്. ഇതിന് പരിഹാരമായി അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് മലബാർ മേഖലയിലെ +1 സീറ്റുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ നിയോഗിച്ച വി കാർത്തികേയൻ നായർ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകട്ടെ കുട്ടികളില്ലാത്ത 105 ബാച്ചുകൾ സീറ്റ് ക്ഷാമം നേരിടുന്ന ജില്ലകളിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇത് മറികടന്ന് നിലവിലുള്ള സീറ്റുകളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷം കൂട്ടിയ സീറ്റുകൾ തുടരാനാണ് സർക്കാരിന്റെ നിലവിലെ തീരുമാനം. ജൂലൈ മാസം 5-ാം തീയതി 1ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് അടിയന്തരമായി ശേഖരിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5 മാസം കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അധികമായി ലഭിക്കും. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാർത്ഥികളെ ഇത്തവണയും സീറ്റ് പ്രതിസന്ധി വലയ്ക്കും. സ്റ്റേറ്റ് സിലബസിൽ 10ാം തരം പഠിച്ച വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനത്തിനും ഈ ജില്ലകളിൽ സീറ്റുണ്ടാകില്ല. ഇതിനു പുറമെ CBSE, ICSE സിലബസുകളിൽ പഠിച്ച അപേക്ഷകർ കൂടി എത്തുന്നതോടെ സീറ്റ് ക്ഷാമം വർദ്ധിക്കും. ഈ മേഖലയിൽ സീറ്റുകളുടെ കുറവ് 1,00,000-ന് മുകളിലാണ്. താൽക്കാലിക ബാച്ചുകളും സീറ്റ് വർധനയും കൂടി പരിഗണിച്ചാലും വടക്കൻ ജില്ലകളിൽ 31,000-ഓളം കുട്ടികൾക്ക് സീറ്റുണ്ടാകില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.